അങ്ങനെ ആദർശ് നയനൊക്കെ വന്നതിന് ശേഷം നല്ല സമാധാനത്തോടു കൂടി ഓഫീസിലേക്ക് പോകാനിങ്ങനെ ഇറങ്ങാണ് കേട്ടോ. ആ സമയത്ത് നയനയോട് പറയുന്നുണ്ട്, ഇന്ന് ഒരു ക്ലൈൻറ്റ് വരുന്നുണ്ട്, ഏതായാലും നീ വരച്ച ഡിസൈൻ ഞാൻ അവർക്ക് കാണിച്ചു കൊടുക്കട്ടെ, എന്തായാലും ഇത് ഇഷ്ടപ്പെടാതിരിക്കില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത് ആദർശ് പറയുന്നുണ്ട്, നിനക്കും കൂടെ എൻ്റെ കൂടെ വരാമായിരുന്നു, എന്നാൽ എനിക്ക് ഒന്നുകൂടെ ധൈര്യം കിട്ടിയേനെ, നീ എൻ്റെ കൂടെ വാ നയനെ എന്നൊക്കെ പറയുന്ന സമയത്ത്, അയ്യോ ആദർശേട്ടാ ഞാൻ വരുന്നില്ല, അല്ലെങ്കിൽ അമ്മയ്ക്ക് എന്നോട് ചെറിയൊരു ദേഷ്യമൊക്കെ ഉള്ളതല്ലേ, ഇനി അത് കൂട്ടാനായിട്ട് തൽക്കാലം ഞാൻ ആദർശേട്ടൻ്റെ കൂടെ വരുന്നില്ല, ആദർശേട്ടൻ പോയിട്ട് നല്ല രീതിയിൽ അങ്ങോട്ട് ഇതാക്കിയാൽ ഇതെന്തായാലും നമുക്ക് കിട്ടുമെന്നുള്ളത് ഉറപ്പാണ്, അതുകൊണ്ട് ആദർശേട്ടൻ പോയി വാ, എൻ്റെ പ്രാർത്ഥന എപ്പോഴും കൂടെ ഉണ്ടാകും എന്നൊക്കെ ഇങ്ങനെ നയന പറയുന്നുണ്ട്. അപ്പോൾ അമ്മയ്ക്കൊന്നും കുഴപ്പമുണ്ടാവില്ല, അമ്മയോട് ഞാൻ സംസാരിച്ചോളാം എന്നൊക്കെ ആദർശ് പറയുന്നുണ്ട്. അപ്പോൾ അതൊന്നും തൽക്കാലം വേണ്ട ആദർശേട്ടാ, എന്തായാലും ഞാനിപ്പോൾ വരുന്നില്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അങ്ങനെ ഇവരുടെ സംസാരമൊക്കെ ദേവയാനി കേൾക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പിന്നീട് ദേവയാനിയുടെ അടുത്തേക്ക് പോവുകയാണ് ആദർശ്. എന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട്, അമ്മ എന്നെ അനുഗ്രഹിക്കണം, ഇന്ന് ഓഫീസിൽ ക്ലയൻറ്റ് വരുന്നുണ്ട്, ഏതായാലും നയന കുറച്ച് ബുദ്ധിമുട്ടിയാണെങ്കിലും കുറച്ച് ഡിസൈൻസ് ഒക്കെ വരച്ച് തന്നിട്ടുണ്ട്, അതുകൊണ്ട് പോവട്ടെ, എന്തായാലും ഇഷ്ടപ്പെടാതിരിക്കില്ല, കാരണം നയന വരച്ച ഡിസൈൻസ് ഒക്കെ ഇതുവരെ അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് ഇത് അവർക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലക്ഷങ്ങളുടെ ബിസിനസ്സാണ് നമുക്ക് നടക്കാൻ പോകുന്നത് എന്നുള്ളതൊക്കെ ഇങ്ങനെ ആദർശ് പറയുന്നുണ്ട്. ആ സമയത്ത് ദേവയാനി പറയുന്നുണ്ട്, അതെന്താ നയനക്ക് വന്നൂടെ നിൻ്റെ കൂട്ടത്തിൽ, എന്നാലും ഇനിയിപ്പോൾ ആ ഡിസൈൻസിൽ എന്തെങ്കിലും പെട്ടെന്ന് അവിടെ നിന്നെങ്കിലും എന്തെങ്കിലും മാറ്റം വരുത്തണം എങ്കിലോ അല്ലെങ്കിൽ ഒന്നും കൂടെ വരച്ച് ചേർക്കണം എന്നുള്ള ഒരു ഐഡിയ ഒക്കെ തോന്നുകയാണെങ്കിൽ അവൾക്ക് അവിടെ നിന്ന് ചെയ്തുകൂടെ, വെറുതെ ബിസിനസ് കുളമാക്കണ്ടല്ലോ, അത് നടക്കാനുള്ളതൊക്കെ അവൾക്ക് അവിടെ ഇരുന്നും ചെയ്യാലോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. എന്നിട്ട് നയനയോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല ഞാൻ പറയുന്നത്, നിനക്ക് കിട്ടുന്ന ഒരു ബിസിനസ് നല്ലൊരു അവസരമല്ലേ, അത് നഷ്ടപ്പെടണ്ടെന്ന് കരുതിയിട്ടാണ് ഞാൻ അവളോട് നിൻ്റെ കൂടെ പോരാൻ പറഞ്ഞത്, അല്ലെങ്കിൽ അവളെ ഓഫീസിലേക്ക് വിടേണ്ട കാര്യമോ അവിടെ കൊണ്ടുപോയി ഇരുത്തേണ്ട കാര്യം എനിക്കില്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ദേവയാനി ആദർശിനെ വിശ്വസിപ്പിക്കാൻ വേണ്ടിയിട്ട് പറയുന്നുണ്ട്. പക്ഷെ അതേസമയം ദേവയാനിയുടെ മനസ്സിലുള്ളത്, നയനയെ വീട്ടിൽ നിർത്തിയാൽ എന്തായാലും അനാമികയും ജലജയും ജാനകിയും ഒക്കെ ചേർന്നിട്ട് അനാമികയെ കൊണ്ട് പണി എടുപ്പിക്കും എന്നുള്ളത് 100% ദേവയാനിക്ക് ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ നൈസായിട്ട് നയനയെ ഓഫീസിലേക്ക് പറഞ്ഞയച്ചാൽ അവൾക്ക് അവിടെ നിന്ന് ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ ഡിസൈനും ചെയ്യാം, അവളുടെ റെസ്റ്റും നടക്കും, എല്ലാം നടക്കും, അതുകൊണ്ടാണ് ദേവയാനി അങ്ങനെ ആദർശനോട് പറയുന്നത്. പക്ഷേ ഇത് സ്നേഹം കൊണ്ടാണ് ദേവയാനി പറയുന്നത് എന്നുള്ളത് ആദർശന് മനസ്സിലായിട്ടൊന്നുമില്ല. പക്ഷെ ആ സമയത്ത് ആദർശന് വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അങ്ങനെ എന്നാ അമ്മ പറഞ്ഞതുപോലെ ഞാൻ ഏതായാലും നയനയെ കൂട്ടിക്കൊണ്ടുപോകാൻ, ഞാൻ എന്തായാലും ഇക്കാര്യം നയനയോട് പറയട്ടെ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് നയനയുടെ അടുത്തേക്ക് പോവാണ് കേട്ടോ ആദർശ്. അങ്ങനെ നയനയോട് ഓഫീസിൽ വരാനായിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സമയത്ത്, അയ്യോ ഞാൻ വരുന്നില്ല ആദർശേട്ടാ, ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ, അമ്മ അറിഞ്ഞാൽ ഇത് പ്രശ്നമാവും, പിന്നെ ഞാനായിട്ട് ആദർശേട്ടനോട് പറഞ്ഞിട്ടാണ് എന്നെ ഓഫീസിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് എന്നൊക്കെ ആയിരിക്കും അമ്മ പറയാന്നൊക്കെ പറഞ്ഞ സമയത്ത്, അതൊക്കെ നിനക്ക് തെറ്റ് പറ്റി, അങ്ങനെ പറയുമെന്ന് വിചാരിക്കുന്ന അമ്മയാണ് ഇപ്പോൾ നിന്നെ കൊണ്ട് ഓഫീസിലോട്ട് പോകാൻ എന്നൊക്കെ ഇങ്ങനെ ആദർശ് നയനയോട് പറയുന്ന സമയത്ത് നയനയ്ക്ക് വളരെയധികം സന്തോഷം തോന്നി. എന്നിട്ട് ആദർശേട്ടൻ വെറുതെ പറയുന്നതാണോ, ഞാൻ കൂടെ വരാൻ വേണ്ടിയിട്ട് എന്നെ പറ്റിക്കാൻ വേണ്ടിയിട്ട് പറയുന്നതാണോ എന്നൊക്കെ പറയുന്ന സമയത്ത്, എനിക്ക് നിന്നെ പറ്റിക്കാനാണല്ലോ ജോലി, ഞാൻ സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞത്, അമ്മയ്ക്ക് എന്തോ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, നിന്നോട് സ്നേഹമൊക്കെ തോന്നി തുടങ്ങുന്നുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത്, സ്നേഹത്തിൻ്റെത് കുഴപ്പമൊന്നുമില്ല, ആദ്യത്തേതിനേക്കാളും എന്തായാലും അമ്മയ്ക്ക് ചെറുതായിട്ട് എന്തൊക്കെയോ മാറ്റമുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് ആദർശേട്ടാ, അപ്പോൾ എന്താണ് സത്യം എന്നുള്ളതും അമ്മയുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളതും ഇതുവരെ എനിക്ക് പിടികിട്ടിയിട്ടില്ല എന്നൊക്കെ നയന പറയുന്നുണ്ട്. അങ്ങനെ ഒടുവിൽ ആദർശ്, എന്തായാലും നീ റെഡി ആവ്, നമുക്ക് പെട്ടെന്ന് തന്നെ ഓഫീസിലോട്ട് പോകാം എന്നൊക്കെ പറയുകയാണ്. ആ ഒരു സമയത്ത് അനാമിക ഇതൊക്കെ കേട്ടിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് എന്താണ് ഇവരിങ്ങനെ പറയുന്നത് എന്നൊക്കെ ഇങ്ങനെ ഒളിഞ്ഞ് കേൾക്കാനാണ് നിൽക്കുന്നത്. അങ്ങനെ കാര്യം പിടികിട്ടിയ അനാമികയ്ക്കാണെങ്കിൽ ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ നേരെ അനിയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് എന്താ നിങ്ങളെ ഏട്ടനും അതുപോലെ വല്യമ്മയൊക്കെ വിചാരിച്ചിരിക്കുന്നത്, അവളെ ഇനി ഓഫീസിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വാഴിക്കാനാണോ, തമ്പുരാട്ടിയായിട്ട് ആ ചെയറിൽ ഇരുത്താനാണോ ഉദ്ദേശിക്കുന്നത്, നിങ്ങളോട് എത്ര തവണ പറഞ്ഞതാണ് നിങ്ങളെ ഏൽപ്പിച്ച ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ കാര്യങ്ങൾ എന്നെ ഏൽപ്പിക്കാൻ, എനിക്കും എന്നാൽ ഓഫീസിൽ പോകാമല്ലോ എന്നൊക്കെ പറയുന്ന സമയത്ത്, തൽക്കാലം അതിൻ്റെ ആവശ്യമില്ല, തൽക്കാലം നീ നിൻ്റെ ഈ കുശുമ്പും കച്ചറവും കാര്യങ്ങളുമായിട്ട് വീട്ടിൽ തന്നെ നിന്നാൽ മതി, നീ ഈ സ്വഭാവമല്ലേ ഓഫീസിൽ ചെന്നാലും എടുക്കുക, അതിനെക്കൂടെ തൽക്കാലം അവിടെയുള്ള ഓഫീസ് നശിപ്പിക്കാൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല എന്നൊക്കെ ഇങ്ങനെ മറുപടി കൊടുക്കുകയാണ് കേട്ടോ അനാമികയോട് അനി. ആ സമയത്ത്, അല്ലെങ്കിലും നീ ഇത് തന്നെ പറയുള്ളൂ, ആദർശേട്ടനെ കണ്ട് പഠിക്കുക, ആദർശേട്ടൻ ഭാര്യയെ സ്നേഹിക്കുന്നത് കണ്ടില്ലേ, ഇപ്പോൾ ആദർശേട്ടൻ്റെ നിർബന്ധത്തിനാണ് നയനയെ കൊണ്ട് പോകുന്നത് എന്നൊക്കെ ഇങ്ങനെ അനാമിക ചൂടായിട്ട് പറയുന്നുണ്ട്.
അങ്ങനെ പിന്നെ അനാമിക പറയുന്ന കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ല കേട്ടോ. നയന പിന്നീട് ഓഫീസിലേക്ക് പോകാനുള്ള കാര്യങ്ങളിലും ഒരുക്കത്തിലും ഒക്കെയാണ്. ഇതേ സമയം ജാനകിക്കും ജലജയ്ക്കും ഒക്കെ എന്താ ഇപ്പം ഏട്ടത്തിക്കൊരു മാറ്റം, ഏട്ടത്തി സമ്മതിച്ചത് കൊണ്ടാണല്ലോ നയന ഓഫീസിലേക്ക് പോകുന്നത് എന്നൊക്കെ പറയുന്ന സമയത്ത് ഞാൻ സമ്മതിച്ചെന്ന് കരുതിയിട്ട് അവളോടുള്ള ഇഷ്ടം കൊണ്ട് സമ്മതിച്ചതൊന്നല്ല. അവർ നല്ലൊരു ഓർഡർ കിട്ടുന്നുണ്ട്, ആ ഓർഡർ ഇനിയിപ്പോൾ നശിപ്പിക്കണ്ടല്ലോ. അവൾ ഡിസൈൻ ചെയ്തതല്ലേ, അത് അതിൻ്റെ വഴിക്ക് നടക്കട്ടെ. അല്ലാതെ എൻ്റെ മനസ്സിലുള്ള ദേഷ്യങ്ങളൊക്കെ അതുപോലെ തന്നെ ഉണ്ടാകും, അത് പോകാനൊന്നും നിൽക്കുന്നില്ല. അവളോടുള്ള ഒരു മനോഭാവം അങ്ങനെ തന്നെ ആയിരിക്കും എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പക്ഷേ അതേസമയം ദേവയാനിക്ക് നയനോട് വളരെയധികം സ്നേഹമാണ്. പക്ഷെ അതൊന്നും ഇവർക്കാർക്കും മനസ്സിലാകുന്നില്ല, പിടികൊടുക്കുന്നുമില്ല ദേവയാനി.